എൻ്റെ ലൈഫിലെ ഒരു അനുഗ്രഹീയമായിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന്. എൻ്റെ മോള് ആദിക്കുട്ടിയും അവളുടെ അച്ഛനും ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ടിട്ട് ഒരു മാസമായി. അപ്പോൾ ഇന്ന് കെട്ടുനിറയാണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടി ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇളയമ്മയാണെങ്കിൽ തലേ ദിവസം വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയുണ്ട്, എൻ്റെ 2 കുട്ടികളുണ്ട്. ആദ്യം അച്ഛൻ്റെ കൂടെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എത്തണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ രാവിലെ തന്നെ റെഡിയായി പോകാൻ വേണ്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ നമുക്കവിടെ ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ്, അതുകൊണ്ട് നമ്മൾ വീട്ടിലൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കെട്ടുനിറക്ക് പോയിട്ടുണ്ടെങ്കിലും അതെൻ്റെ ഫാമിലിയിൽ നിന്നല്ല കേട്ടോ, അത് പുറത്ത് ഉള്ള നാട്ടുകാരെയോ കൂട്ടുകാരെയോ അങ്ങനെയൊക്കെ ഇരിക്കും. അപ്പം അങ്ങനെ കണ്ടുള്ള അനുഭവം മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് 2 പോവാ, എൻ്റെ സ്വന്തം മോള് പോകാമെന്നൊക്കെ പറയുമ്പോൾ അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഇമോഷണലായിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ കുറേ ദിവസമായിട്ട് അതിൻ്റെ പുറകെയാണ്. അപ്പോൾ അവർക്കുള്ള ഫുഡ് റെഡിയാക്കി കൊടുക്കുക, രാവിലെ എണീക്കുക, ആ ഒരു റുട്ടീൻ തന്നെ ഭയങ്കര ഡിഫറെൻ്റാണ്. എപ്പോഴും ചെയ്യുന്ന ആസ് യൂഷ്വലായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നമുക്കിടയ്ക്ക് മീനും നോൺ വെജ് എല്ലാം കഴിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഇത് നമ്മൾ പ്യുവർ വെജ് വെക്കുക. പിന്നെ അതുപോലെ തന്നെ അവർ ആ മോളെ ഹസ്ബൻഡ് അവർക്ക് വേണ്ടിയുള്ള ഫുഡ് റെഡിയാക്കി കൊടുക്കുക. നീറ്റ് നമ്മൾ എപ്പോഴത്തെ കോമൺ ആയിട്ടുള്ള റുട്ടീൻസ് ഒന്നുമല്ല. അപ്പോൾ ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പോവായിരുന്നു. അപ്പോൾ ഇന്നാണ് ആ ഒരു ഡേ വന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ അവിടേക്ക് എത്തി കേട്ടോ. ഒരു മന്ദിരത്തിലാണ് അവർ സ്റ്റേ ചെയ്യുന്നത്. രാവിലെ 5 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തും. പിന്നെ വീട്ടിലാണ്, പിന്നെ വൈകിട്ടാകുമ്പോഴേക്കും തിരിച്ചു പോകും കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഇഡ്ഡലിയും സാമ്പാറും കിട്ടി. അങ്ങനെ അത് കഴിക്കുകയാണ്. കഴിച്ച് കഴിഞ്ഞാലുള്ള പരിപാടി കണ്ടല്ലോ. ആദിക്ക് നബുവിനെ കണ്ടപ്പോഴേക്കും പിന്നെ അവളെ എടുക്കണം, കളിപ്പിക്കണം, പിന്നെ അവളുടെ പുറകെയായി. അതുപോലെ തന്നെ മാളികപ്പുറങ്ങൾ, പെൺകുട്ടികൾ മാറിയിട്ട് കഴിഞ്ഞാൽ മാളികപ്പുറം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ കുറച്ചധികം മാളികപ്പുറങ്ങൾ ഇവിടെ ഉണ്ട് ആദിയുടെ കൂട്ടുകാരികളായിട്ട്. അങ്ങനെ കുറച്ച് നേരം അവരുടെ കളികളും തമാശകളെല്ലാം കഴിഞ്ഞതിന് ശേഷം കെട്ടുനിറക്കുള്ള സമയമായിട്ടാണ്. ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് ആദിക്കുട്ടി തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു വിശേഷം കൂടി നമുക്ക് കാണാം.
ഇരുമുടി കെട്ടെല്ലാം നിറച്ചതിന് ശേഷം ദേ അമ്പലനടയിൽ വന്നിട്ട് തൊഴുത് പ്രാർത്ഥിച്ച് പോയതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇമോഷണൽ ആയിപ്പോയത്. എൻ്റെ കണ്ണ് നനയിച്ചൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇരുമുടി കെട്ടെടുത്ത് തലയിൽ വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു നിൽപ്പുണ്ടല്ലോ അത് അപ്പോൾ ആ ഒരു നിപ്പാണ് കേട്ടോ കാണുന്നത്. ഇപ്പോൾ തലയിൽ ഇരുമുടി കെട്ട് വെച്ച് കൊടുക്കാൻ പോവാണ്. കണ്ടില്ലേ? ഇത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞ് ഞാൻ വല്ലാണ്ടായിപ്പോയി കേട്ടോ. കാരണം എൻ്റെ മനസ്സും നിറഞ്ഞു. അത്രമേൽ ഞാൻ സന്തോഷവതിയുമാണ്. അത്ര ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു ഒരു അമ്മ എന്ന നിലയിൽ. എനിക്ക് പറയാൻ പറ്റാത്തൊരു ഫീലാണ് ആ നിമിഷം ഉണ്ടായത്. അങ്ങനെ ഈ ഇരുമുടിക്കെട്ട് തലയിൽ വെച്ച് അമ്പലത്തിന് പ്രദക്ഷിണം വന്നിട്ട് നേരെ നടയിൽ കയറിയിട്ട് ആ ഇരുമുടി അവിടെ ഇറക്കി വെക്കും കേട്ടോ. അതിനുശേഷം വീണ്ടും ആദ്യം വന്നിട്ട് അവിടെ താഴെ അവളുടെ കൂട്ടുകാരികളോടൊപ്പം കുഞ്ഞു മാളികപ്പുറങ്ങളോടൊപ്പം അവിടെ താഴെ വന്നിരിക്കുകയാണ്. അപ്പോൾ കൂടെ അവളുടെ അച്ഛൻ നിന്നിട്ട് എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, കുറച്ച് കുഞ്ഞു മാളികപ്പുറങ്ങളുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നേരം കണ്ണൻ്റെയും ആദിയുടെയും അല്ല കലാവിരുതുകളാണ് ഈ കാണുന്നത്. അവരെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ അമ്മേ, ഞാൻ വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ആദ്യം ഒരു റീൽ എടുക്കാൻ വേണ്ടി വരും കേട്ടോ. ഇടയ്ക്കൊക്കെ ഒരു മൊബൈൽ മേടിച്ചിട്ട് ഇതേ മറ്റേ എന്താ പറയുക, യേശുവേ നിൻ്റെ കള്ളക്കണ്ണ് ആ ഒരു പാട്ടില്ലേ അതും പാടിയിട്ട് റീൽ എടുക്കുന്നതാണ് ഈ കാണുന്നത്. ആദിക്കാണെങ്കിൽ മുടി അയച്ചിട്ടുകൊണ്ട് നടക്കാനാണ് കേട്ടോ ഇഷ്ടം. മുടി കെട്ടിക്കൊടുക്കണതിൽ വലിയ താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ കോമ്പെടുത്ത് മുടിയുമ്പോൾ തൊടുന്നത് തന്നെ അവൾക്ക് വല്ലാത്തൊരു അലർജിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും നിർബന്ധിച്ചും വഴക്ക് പറഞ്ഞിട്ടൊക്കെയാണ് മുടി ഏരി കൊടുക്കുന്നത്. അങ്ങനെ പറഞ്ഞ് അവിടെ മറ്റു കുട്ടികളെല്ലാം കെട്ടുമ്പോൾ ഞാൻ പറഞ്ഞു കണ്ട എല്ലാ കുട്ടികളും മുടി ഏരി കെട്ടുന്നുണ്ട്, ഞാൻ നിനക്ക് മുടി ഏരി കെട്ടിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ മുടി ചെയ്തി കൊടുക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ സെറ്റായി. അത് മറ്റുള്ളവർ ചെയ്താലേ ഞാൻ ചെയ്യൂ എന്നുള്ളതൊന്നുമല്ല, അത് ഇരുമുടിക്കെട്ട് തലയിൽ വെക്കണ്ടേ എന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളിക്കാരത്തി ഓക്കെ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഓക്കെ. അത് കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസം തോന്നി. മുടി കെട്ടിക്കൊടുത്തപ്പോൾ എനിക്കും ഒരു സമാധാനമായിട്ടാ. അയച്ചിട്ട് നടക്കുമ്പോൾ കാരണം ഇപ്പോൾ ഡെയിലി 3 നേരം തലയ്ക്കെല്ലാം കുളിച്ച് മുടി ആകെ ഒരു ടെക്സ്ചറെല്ലാം ചേഞ്ച് ആയിരിക്കുകയാണ്. എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആൾമോസ്റ്റ് എല്ലാ സ്വാമിമാരുടെയും കെട്ട് നിറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ കെട്ടുനിറ ഉണ്ടായിരുന്നത് കേട്ടോ. അതായത് ഗുരുസ്വാമിയുടെ ഒക്കെ തൊട്ട് മുൻപേ ഉള്ള കെട്ടുനിറ എൻ്റെ ഹസ്ബൻഡിനും മറ്റു കുറച്ച് സ്വാമികളുടെ ആയിരുന്നു. കന്യാസ്വാമികളുടെ ആയിരുന്നു, അതായത് ഈ മാളികപ്പുറങ്ങളുടെ ആയിരുന്നു ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കന്യാസ്വാമി അങ്ങനെ ഒരു കാറ്റഗറി വൈസ് ആയിട്ട് ഇങ്ങനെ കെട്ട് നിറച്ച് പോയത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ കെട്ടുനിറയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കെട്ട് നിറക്കുമ്പോൾ ദക്ഷിണ എല്ലാം വെച്ച് കൊടുക്കുന്ന കാണുമ്പോൾ എൻ്റെ കുട്ടികൾക്ക് വല്ലാത്തൊരാഗ്രഹം കേട്ടോ. എല്ലാവർക്കും ഇങ്ങനെ ദക്ഷിണ വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അച്ഛൻ്റെ ഊഴം വന്നപ്പോഴേക്കും എല്ലാവരും പൈസ എല്ലാം വാങ്ങിയിട്ട് അച്ഛന് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. കണ്ണൻ്റെ കയ്യിലും ആദിയുടെ കയ്യിലും അതുപോലെ തന്നെ നബുവിൻ്റെയാണ് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം. വേറെ ഒന്നുമില്ല, ആക്ച്വലി അവളുടെ കയ്യിൽ 20 രൂപയാണ് കേട്ടോ കൊടുത്തത്. 20 രൂപ കണ്ടപ്പോഴേക്കും അവളുടെ കണ്ണ് അതും പിടിച്ച് നടക്കുകയായിരുന്നു ആക്ച്വലി. പിന്നെ കണ്ണൻ്റെ കയ്യിൽ 50 രൂപ അങ്ങനെയെല്ലാം കണ്ടപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിലൊരു 100 രൂപ 500 രൂപ എല്ലാം കണ്ടപ്പോൾ ഈ 20 രൂപ എൻ്റെ കയ്യിൽ തന്നിട്ട് ഈ 500 രൂപ മേടിച്ചെടുത്ത കൊച്ചു കള്ളിയാണ് ഈ നിൽക്കുന്നത്. എന്നിട്ട് അത് വെച്ച് കൊടുക്കുക, അച്ഛന് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ കൊടുക്കാനൊരു മടിയും കാണിച്ചു. പിന്നെ ഞാനത് ദക്ഷിണ വെച്ച് കൊടുത്ത സമയത്ത് പിന്നെ പുള്ളിക്കാരത്തി വന്നിട്ട് കൂളായിട്ട് അതവിടെ വെച്ച് കൊടുത്തിട്ട് പോന്നു കേട്ടോ.
കാലിലോട്ടില്ലു. ഇരുമുടിക്കെട്ടെല്ലാം നിറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണനൊരു ഡൗട്ട്. അവൻ അവിടെ നിന്ന് നോക്കി നിൽക്കുമായിരുന്നേ. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, അച്ഛനെന്താ എൻ്റെ കാല് പിടിക്കാത്തേ, ബാക്കി എല്ലാവരുടെയും കാല് പിടിച്ചല്ലോ എന്ന്. പുള്ളിക്കാരൻ അവിടെ നിന്ന് എല്ലാ കാര്യവും വളരെ ക്ഷമയോടുകൂടി ശ്രദ്ധിക്കായിരുന്നു, എന്തൊക്കെയാണ് ഈ നടക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ ഈ കാലുപിടുത്തം കഴിഞ്ഞ സമയത്താണ് അവൻ്റെ ഒരു ചോദ്യം. അത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞ് ചിരിക്കാതെ വയ്യാട്ടാ. കെട്ടുന്നവരുടെ കാര്യം ഏകദേശം ക്ലിയറായിട്ടുണ്ട്. ഇനി ഗുരുസ്വാമികൾ മാത്രമാണ് കേട്ടോ ബാക്കിയുള്ളത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കെട്ടുനിറ തുടങ്ങിയിട്ടുണ്ട്. വേണ്ട ഇരുമുടി കെട്ട് തലയിൽ വെച്ച് കൊടുക്കുന്ന ഒരു സീനാണ്. ഏകദേശം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇരുമുടി കെട്ടെടുത്ത് നടയിലേക്ക് കയറി ചെന്നതിന് ശേഷം, അതായത് ഇവരിപ്പോൾ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇരുമുടിക്കെട്ടും തലയിൽ വെച്ചിട്ട് കയ്യിലൊരു തേങ്ങയും പിടിച്ചിട്ടാണ് ഈ വരുന്നത്. ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്നത് ആദിക്കുട്ടിയാണ് കേട്ടോ. ആദ്യമാണ് നിൽക്കുന്നത്. അപ്പോൾ ആളുടെ കയ്യിലൊരു തേങ്ങ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങ നമ്മൾ അതിലെറിഞ്ഞ് പൊട്ടിക്കാനുണ്ട്. അപ്പോൾ ഗുരുസ്വാമി വന്നതോടുകൂടി ആ ഒരു യാത്ര തുടരേണ്ട. ഇങ്ങനെ അമ്പലത്തിന് പ്രദക്ഷിണം വന്നിട്ട് ആ ഒരു കല്ലിൽ തേങ്ങ അടിച്ച് പൊട്ടിക്കണം. ആദ്യം കയ്യിലൊരു തേങ്ങ ഉണ്ട്, നോക്കാം ആദ്യം അത് പൊട്ടിക്കോ ഇല്ല എന്നുള്ളത് നോക്കാം. പമ്പവാസ
2 പ്രാവശ്യം ആദ്യം ആ തേങ്ങ എറിഞ്ഞ് പൊട്ടിക്കാൻ നോക്കിയെങ്കിലും അവളെ കൊണ്ട് അത് സാധിച്ചില്ല കേട്ടോ. അങ്ങനെ കൂടെ വേറെ ഒരാളാണ് ആ തേങ്ങ ഉടച്ചത്. ശരിക്കും അങ്ങനെ ഇരുമുടി കെട്ടുമെടുത്ത് അവർ ഇറങ്ങി ബസ്സിൽ കയറിയിട്ടുണ്ട്. ആദ്യം പോയിട്ട് ബസ്സിലിരുന്ന് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ ഓടിച്ചെന്നവൾക്ക് ടാറ്റ ആക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ വ്യക്തമായിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. അതുപോലെ പൊരിഞ്ഞ വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത്രയ്ക്കും ചൂടായിരുന്നു. അങ്ങനെ സ്വാമിമാരെല്ലാവരും യാത്രയാവേണ്. ചേച്ചി ടാറ്റാക്കുന്നേ.